ഇവരുടെ വാസസ്ഥലം. ഈ കൊതുകുകൾ രോഗം പരത്തുന്നവയാണ്. രാജ്യത്തിന്റെ സമ്പത്തായി വരേണ്ട ഈ കുട്ടികളെ ഇവർ ഏറെ ആക്രമിക്കുകയാണ്. ഇവരുടെ കൈകാലുകളിലും ശരീരത്തിലും ത്വക്ക് രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രം. എങ്ങനെ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരാറില്ല? പെരക്കകത്ത് കയറും. പെരക്കകത്ത് കയറും. ഞങ്ങൾ ഈ മഴ പെയ്യുന്ന സമയം കടവ് അധികം തുറക്കാറില്ല. ഇവിടെ മുട്ടി ഇതുവരെ നിൽക്കും. അപ്പൊ ഈ ഇതിനകത്തുള്ള അണുക്കള് ഈ ചവറുകളെല്ലാം പെരക്കകത്ത് കയറും. അപ്പൊ ഇത് കഴിഞ്ഞാലേ നമ്മൾ കട തുറക്കും. അപ്പൊ ഈ കുട്ടികളുടെ കയ്യിലും കല്ലൊക്കെ ചെയ്തു തന്നല്ലേ? അത് ഈ മഴ ഈ ഡ്രെയിനേജിലെ വെള്ളം വന്നു വേണ്ടിയിട്ടാണ് അത്? അത് തന്നെ. നഗരത്തിന്റെ എല്ലാ പ്രധാന മാലിന്യങ്ങളും വരുന്ന ഡ്രെയിനേജ് പാത. മാലിന്യത്തിന്റെ മഹാസമുദ്രമാണിത്. ഈ കനാൽ ചെന്ന് അവസാനിക്കുന്നത് 3 ഏക്കർ വിസ്തൃതിയുള്ള ഈ കുളത്തിലേക്കാണ്. ഇതിന്റെ തെക്ക് ഭാഗത്ത് മാത്രമേ മതിലുള്ളൂ. ബാക്കി 3 ഭാഗത്തും മതിലുകളില്ല. ഓടിക്കളിച്ചടന്നിരുന്ന ഒരു ബാലന്റെ ജീവൻ അപഹരിച്ചതും ഈ കനാലാണ്. എന്താണ് നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ശോഭ. നിങ്ങൾ ഇവിടെ താമസം എത്ര നാളായി? നമ്മളിവിടെ ജനിച്ച അന്ന് മുതൽ ഇവിടെ തന്നെ താമസിക്കുന്നു. ഡ്രെയിനേജ് വന്നിട്ട് ഒരു 10-30 കൊല്ലം വന്നത്. അങ്ങനെയാണ്. ഞാൻ കാണാൻ തുടങ്ങിയ ഡ്രെയിനേജിലേ ഉണ്ട്. ഇവിടെ മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഡ്രെയിനേജ് കംപ്ലീറ്റ് വെള്ളം കയറി നമ്മുടെ വീടുകളിലെ കുളിരേ കയറുമെന്ന് പറയുമ്പോൾ ശരിയാണ്. ഇതിന്റെ അകത്ത് കിടക്കണ പരമ്പിൽ വരെ വെള്ളം കയറി. ഇവിടെ മിക്ക പിള്ളേരും ഇതിന്റെ അകത്ത് വീഴും. എല്ലാ പിള്ളേരും ഒരു കൊച്ചു ഓടിക്കൊണ്ടുവന്ന് വന്ന് ഇതേപോലെ സ്ലാപ്പൊക്കെ കിടക്കായിരുന്നു. അങ്ങനെ ഇത് ഇപ്പോഴും ഈ സ്ലാപ്പ് ഇങ്ങനെയാണ്. ആദ്യം ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്ലാപ്പായിരുന്നു. അപ്പോൾ ആ കൊച്ചിങ്ങനെ ഇങ്ങോട്ട് കളിച്ചുകൊണ്ട് എന്തൊരു ബാളെന്തരം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ സമയമായിരുന്നു. കൊച്ചൊന്ന് വിഴുങ്ങി. കൊച്ചിന് അവിടെ നിന്ന് വിഴുന്നതാണ്. കൊച്ചിനത് അവിടെ ചെന്നാണ് കിട്ടിയത്. ആ കൊച്ചിന് കൊച്ചിക്ക് ഉണ്ടെങ്കിൽ ഒരു 10-12 വയസ്സിരിക്കും കൊച്ച്. വിസർജ്യ വസ്തുക്കൾ അടങ്ങുന്ന ഈ മലിനജലം കുളത്തിൽ നിറഞ്ഞ് അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് കയറുന്നു. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഈ ദയനീയ അവസ്ഥ വികസന കേരളത്തിന് കളങ്കം ചാർത്തുന്നു. വൃത്തിഹീനമായ ഈ പാതയോരങ്ങളാണ് ഇവിടുത്തെ കുട്ടികൾ ഓടിക്കളിക്കുന്ന സ്ഥലം. ദൈനംദിന ജീവിതം ഏറെ ദുഷ്കരം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ചാലക്കമ്പോളത്തിനകത്ത് കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛ വരുമാനമാണ് ഇവരുടെ നിത്യവൃത്തിക്കുള്ളത്. വീടിനോട് ചേർന്നുള്ള ഡ്രെയിനേജ് പൈപ്പുകൾ കൂടുതൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. ഓലക്കുടിലുകൾക്ക് അല്പം ആശ്വാസമായി തകരം കൊണ്ട് മറച്ച വീടുകൾ. ഇവരുടെ ആവലാതികളും വേവലാതികളും ശ്രദ്ധിക്കാം. ഇവിടത്തെ ഒട്ടനവധി കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണിത്. ഇവനെ ശ്രദ്ധിക്കൂ. അപസ്മാര രോഗിയായ ഈ 6ാം ക്ലാസ്സുകാരൻ സ്കൂളിൽ നിന്നും അസുഖം വന്ന് വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. മോനെ അപസ്മാരത്തിന്റെ അസുഖം. അങ്ങനെ സുഖമില്ലാതെ നിന്ന് വീണു സ്കൂളിൽ. എന്റെ അച്ഛൻ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ കളഞ്ഞിട്ട് പോയി. അച്ഛന് ഈ രോഗം എന്ന് അച്ഛൻ പോയി. അച്ഛന് വേണ്ട, വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞ അവൻ പോയി. അമ്മയുണ്ട്. വേറെ ആരൊക്കെ വീട്ടിലുള്ള? വേറെ ഒരു മോനുണ്ട്. അത് സുഖമില്ലാത്തതാണ്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത മോനാണ്. ഉടനെ വീട്ടിൽ വരെയും സുഖമില്ല. TB അസുഖം പിടിച്ചേർന്ന ആളാണ്. എനിക്കാണെങ്കിൽ 2-3 ഓപ്പറേഷൻ ആയി, വലിയ ഓപ്പറേഷൻ. പിന്നെ എനിക്ക് ശ്വാസം മുട്ടുന്ന ഷുഗറിൻ്റെ എല്ലാം ഉണ്ട്. പ്രഷറും ഷുഗറിലും ഒരു ജോലിയും ചെയ്യാൻ വയ്യ. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോയിട്ട് എത്ര നാളാവും പോയിട്ട്? സെന്ററിൽ പോയത് അതിൽ എത്ര നാളാവും ഇവിടെ പോയിട്ട്? 8 മാസമായി, 9 മാസത്തിനകത്തായി. ഇപ്പൊ അവസാനം എന്താ റിസൾട്ട് പറഞ്ഞത്? കുട്ടികളുടെ കാര്യത്തിന് കിട്ടി പറഞ്ഞത് 3 ലക്ഷം രൂപ വരെ വേണം. 3 ലക്ഷം രൂപ. എൻ്റെ ഒരു സിറിഞ്ച് സൂചിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പാവങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാർഡാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ആശ്രയക്കാരെ വല്ല വരുമെങ്കിൽ വല്ലപ്പോഴും അതിനകത്ത് കിടക്കണമെങ്കിൽ ചിലപ്പോൾ 10, 200, 300 രൂപ ചില സമയങ്ങളിൽ കിട്ടും. അതുവരെ മരുന്ന് വാങ്ങിക്കാനും തികയില്ല.
ഒരു ലൂണേഴ്സിന് 1322 ആദ്യം, ഇപ്പോഴും 1340 വരെ കൊടുക്കണം അതിന്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ സർക്കാരിൽ നിന്ന്? അതിന് പോകാനായിട്ട് ആരുമില്ല. ഇവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ എനിക്കിതിന് എടുത്ത വായന ഒന്നുമില്ല. മോള് 10 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറഞ്ഞു വിടാന്ന് വെച്ചാൽ ഈ കൊച്ചിലോട്ടിൽ പോകാൻ പറ്റൂല. അങ്ങനെയാണ്. ഇതിന് വേറെ ആരുമില്ല ഇവിടെ പോകാനായിട്ട്. മോനാണെങ്കിൽ 7 വരെ പഠിച്ചിട്ടുള്ളത്. ചാല മാർക്കറ്റിനകത്ത് പോയി എന്തെങ്കിലും കച്ചവടത്തിന് പോയാൽ എല്ലാവരുടെ ശമ്പളത്തിന് നിൽക്കുക. അത് 10-50 കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഒന്നിനും ആവില്ല. വണ്ടിക്ക് പോകാനാവില്ല. ബസ്സിൽ കൊണ്ട് വെക്കൂടാന്ന് പറഞ്ഞ് ആ കൂട്ടത്തിലെടുത്ത് പൊയ്ക്കൂടാ. അപ്പോഴ് ബസ് കയറണമെങ്കിലും കൊച്ചിന് അസുഖം കൂടും. അപ്പോൾ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ 50 രൂപ ഒരു വാക്കിന്, തിരിച്ചു വരെ 50 രൂപ. കടം വാങ്ങിച്ച് പലിശയ്ക്ക് പണം എടുത്തൊക്കെ എല്ലാം തീർന്നു. ഇനി ഒന്നിലും നിവർത്തിയില്ല. ലാസ്റ്റിന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ വരെ തുണിഞ്ഞു. ഇനി കൂട്ടത്തോടെ ആത്മഹത്യ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണത്. ഈ പയ്യന്മാരൊക്കെ കുറച്ച് പൈസ ഒക്കെ പിരിച്ചറിയി കൊണ്ടുവന്നു. ഇവരൊക്കെ കുറെ പൈസ ആത്മഹത്യക്കാരെ സഹായിക്കാൻ ഇപ്പം സർക്കാരുണ്ട്, ആളുകളുണ്ട്, നമ്മുടെ ഇവിടുത്തെ അവിടെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉള്ളതല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട. എന്തായാലും നിങ്ങൾക്ക് ഗവൺമെന്റിനുള്ള ആനുകൂല്യങ്ങൾ സൗകര്യം ഉണ്ടാവുമല്ലോ. സമൂഹത്തിന്റെ കാരുണ്യത്തിനായി ഇവന്റെ ജീവിതം കാത്തിരിക്കുകയാണ്. രക്താർബുദം പൂർണ്ണമായും ബാധിച്ച ഇവന് 3 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ആവശ്യപ്പെടുമ്പോൾ കൂലിപ്പണി പോലുമില്ലാത്ത ഇവന്റെ അമ്മയെ കാരുണ്യ പ്രവർത്തകരാണ് ഇതുവരെയും സഹായിച്ചു പോകുന്നത്. ഈ കുഞ്ഞു മനസ്സ് ജീവനു വേണ്ടി നിമിഷങ്ങൾ എണ്ണി കഴിയുന്നുവെന്നറിയാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ മനസ്സലിയാത്തവരുണ്ടോ? ഇവരാണ് കോളനിയുടെ ഏക ആശ്രയം. ഇവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും കാരുണ്യ പ്രവർത്തനവുമാണ് കരിമഠത്തിന്റെ ഏക ആശ്രയം. ഇന്നല്ലെങ്കിൽ നാളെ കരിമഠത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണിവർ. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത് നഗരമാണോ അതോ നരകമോ?